മാർത്തോമാതൻ പെരുന്നാളീന്നെ വിളിച്ചൂടയോൻ പോയാലോ വിനബോധാഞ്ഞാൽ ഭീതിയെനിക്കേറും പോയെന്നാകിൽ പാപങ്ങളെയോർക്കും പോകായിൽ ഞാൻ വെറുമന്യൻ താൻ ദൈവസുതന്റെ വിലാപതിലെ നീണമൻ കടമെല്ലാം വീട്ടും കർത്താവേ സ്തുതിയെന്നാർപ്പോടു ഞാൻ പാടും ഹാലേലുയ്യ തൽ പ്രാർത്ഥന ശരണം. ഒരു പിതാവിൻ്റെ വരികളാണ്. പിതാവ് പാടുകയാണ്: മാർത്തോമായുടെ പെരുന്നാളിൽ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പോയാൽ വിനയാണ്. കാരണം എന്താണ്? പോയാൽ ഞാൻ എൻ്റെ പാപങ്ങളെ ഓർക്കും. പോയില്ലെങ്കിൽ ഞാൻ അന്യനാണ്, തള്ളപ്പെടും. ദൈവസുതൻ്റെ വിലാപത്തിലെ നിണമൻ കടമെല്ലാം വീട്ടും കർത്താവെ സ്തുതിയെന്നാർപ്പോട് ഞാൻ പാടും. ഇന്ന് നമ്മൾ സന്ധ്യാനമസ്കാരത്തിന് പാടി നീതിപരന്മാർ മധ്യേ കഷ്ടം ഞാൻ തുണയാറ്റോ സന്മാർഗം ഞാൻ ശീലിച്ചില്ല ഞാനന്യൻ തൽപ്പെരുന്നാളിൽ എൻ ദുഷ്കൃത്യം പായിച്ചിടും അവരീന്നെ. പാടിയപ്പോൾ അർത്ഥം ശ്രദ്ധിച്ചായിരുന്നു? നീതിപരന്മാരുടെ ഇടയിൽ നമുക്കിപ്പോൾ കറൻറ്റ് മൊമെൻറ്റിൽ ചിന്തിക്കാം. മാർത്തോമാ ശ്ലീഹായുടെ മുമ്പിൽ മധ്യേ കഷ്ടം, ഞാൻ തുണയറ്റോൻ, എനിക്കൊരു തുണയുമില്ല. കാരണം എന്താണ്? സന്മാർഗം ഞാൻ ശീലിച്ചില്ല. പാടുമ്പോൾ നമ്മൾ ഈ ട്യൂണിലങ്ങ് പാടിപ്പോവും. അതിനകത്തെ വരികളുടെ അർത്ഥം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ അന്യൻ തൽപ്പെരുന്നാളിൽ. കാരണം എന്താ? എനിക്ക് ദുഷ്കൃത്യങ്ങളുണ്ട്. കാരണം എൻ്റെ ദുഷ്കൃത്യം അവരിൽ നിന്നെല്ലാം എന്നെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. ദൈവമക്കളെ, ഈ സന്ധിയിൽ നമുക്ക് പാപങ്ങളെ ഒന്ന് ഓർക്കാം. ഈ പാപങ്ങൾ എന്തുമാത്രം നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു, ഈ വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റിയിരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അനുതാപത്തോടുകൂടി ഈ പെരുന്നാളിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട ഫിലിപ്പച്ചനും പ്രിയപ്പെട്ട എൻ്റെ സഹപാഠിയും കൂടിയായിരിക്കുന്ന PC ജോർജനും പ്രിയപ്പെട്ട ഷോണച്ചനും റയൻ ഷമാശനും ഇവിടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ ഡിട്രോയിറ്റ് ദേവാലയത്തിൻ്റെ സെൻറ്റ് തോമസ് ദേവാലയത്തിൻ്റെ പെരുന്നാളിന് ഈ സന്ധ്യയ്ക്ക് ദൈവവചനത്തിന് മുമ്പാകെ നമ്മൾ ഇരിക്കുമ്പോൾ പെരുന്നാളുകൾ നമ്മൾ കൊണ്ടാടേണ്ടത് എങ്ങനെയാണ്, അതിനെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന ചില കാര്യങ്ങൾ കർത്താവിൻ്റെ കാൽപാദത്തിൽ ഇരുന്നുകൊണ്ട് വേണം നമുക്ക് ധ്യാനിക്കുവാൻ. എല്ലാ പെരുന്നാളുകളും കൊണ്ടാടേണ്ടത് എങ്ങനെയാണ്? ദുഃഖവെള്ളിയാഴ്ച പോലും പെരുന്നാളാണ്. ദുഃഖവെള്ളിയാഴ്ച ഒരു സന്താപത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും പിതാക്കന്മാർ പറയുന്നത് എന്താണ്? പെരുന്നാൾ ഘോഷിച്ചിടുന്നു
നാമും ചേർന്നോ തീരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ലീബ എടുത്ത് ആഘോഷിക്കുന്നത്. സോ ഗുഡ് ഫ്രൈഡേ ഈസ് ഓൾസോ എ ഫീസ്റ്റ് ആൻഡ് എ ഫെസ്റ്റിവൽ. ബട്ട് ഹൗ ഡു വി conduct that or celebrate that festival? That is the most important thing. പെരുന്നാൾ പെരിഫറലായിട്ടൊക്കെ നമ്മൾ ഒരുപാട് രീതിയിൽ കൊണ്ടാടും. ഇന്ന് നമുക്ക് ആഫ്റ്റർ ദി sermon we will be having some fireworks and all those things. I know you are eagerly waiting for that. അതിനേക്കാൾ വലിയൊരു പടക്കം നമുക്കിപ്പോൾ ഇവിടെ പൊട്ടിക്കണം. ദൈവവചനം എന്ന അഗ്നിയുടെ ആളിക്കത്തൽ. എമ്മോസിലേക്ക് ശിഷ്യന്മാർ നടന്നിങ്ങനെ പോവുകയാണ്. കർത്താവ് അവരുടെ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ അവർ തിരുവെഴുത്തുകളെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നു. കർത്താവ് അവരുടെ കണ്ണൊക്കെ തെളിയിച്ചു കൊടുത്ത് അപ്പമൊക്കെ നുറുക്കി കൊടുത്തതിന് ശേഷം അവർ പിന്നീട് അവരുടെ സംഭാഷണം അയവിറക്കുമ്പോൾ അവർ പറയുകയാണ്, അവൻ നമ്മോട് തിരുവെഴുത്തുകൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുകയായിരുന്നാണ്? എന്ത് ചെയ്യുകയായിരുന്നു? പറയാമോ? കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നാണ്. പത്രോസ് പെന്തിക്കോസ്തിയുടെ ദിവസം ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്തുകൊണ്ടു? കുത്തുകൊണ്ടു. അപ്പോൾ ഒരു കുത്തലും ഒരു കത്തലും, ഇത് രണ്ടും ദൈവവചനത്തിൽ ഉണ്ട്. കത്താൻ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മളിലേക്ക് വചനരൂപത്തിൽ ഹൃദയത്തിൽ നല്ല നിലത്തിൽ ഇത് പതിക്കണം. അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഈ പെരുന്നാളുകൾ നമുക്ക് ഒരു അനുതാപത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ, നമ്മുടെ പാപത്തെ പറ്റിയുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടായി ദൈവസന്നിധിയിൽ അനുദപിച്ചുകൊണ്ട്, കർത്താവെ, മർത്തോമാ ശ്ലീഹ നിന്നെ സ്നേഹിച്ച് ജീവിച്ച് രക്തസാക്ഷിയായി മരിച്ചു. എനിക്ക് ഈ ഇടയ്ക്ക് വന്ന ഒരു വലിയ വെളിച്ചമാണ്. ഈ ഡിവൈൻ കോൾ എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട്. 4 രീതിയിലുള്ള കോളുണ്ട്. അതിലൊരു എക്സ്ട്രാ സ്പെഷ്യൽ കോളും ഉണ്ട്. അതായത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുത്ത് വരുന്നു, ഫോളോ മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പോകുമോ? ഒരു കടൽ തീരത്തേക്ക് 2 പേർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുത്തൻ്റെ പേര് പത്രോസ്, മറ്റൊരുത്തൻ്റെ പേര് അന്ത്രയോസ്. ചേട്ടനും അനിയനുമാണ്. ഒന്നും കിട്ടിയില്ല. ഒരു ചെറുപ്പക്കാരനടുത്തുനിന്ന് പറഞ്ഞു, വലത്തോട്ട് വീശടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ വലത്തേക്ക് വല മാറ്റി വീശി, നിറയെ മീനിനെ കിട്ടി. അപ്പുറത്ത് വേറെ 2 എണ്ണം കസിൻസാണ്, വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീ വിളിച്ചു, ഫോളോ മീ. 2 വാക്ക് അങ്ങ് പോവുകയാണ്. ചുമ്മാ പോവല്ല. അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, വല, പടക് എല്ലാം ഉപേക്ഷിച്ച് അന്ന് കണ്ട ഒരു ചെറുപ്പക്കാരൻ്റെ പറയാൻ പോവുകയാണ്. അതെന്തൊരു വിളിയാണത്? അപ്പോൾ അതൊരു സാധാരണ വിളിയല്ല. ആ വിളിക്കകത്തൊരു പവർ കിടപ്പുണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ള വിളിയല്ലത്. അതല്ലാതൊരു നോർമൽ കോളിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം ജനിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ അറിയാവുന്ന ഒരു മാതാപിതാക്കളുടെ മക്കളായിട്ടാണ്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ടവരാണ്. സംശയമൊന്നുമില്ല. അതൊരു നോർമൽ കോളാണ്. എന്നാൽ മറ്റൊരു കോളുണ്ട്, ഡിനൈഡ് കോളെന്ന് പറയും. ഡിനൈഡ് കോൾ. പലരെയും ദൈവം വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഡിനൈ ചെയ്തിരിക്കുകയാണ്. ഒരപ്പൻ മകനോട് പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഇപ്പം പോകാം അപ്പാന്ന് പറഞ്ഞു. പോയില്ല താനും. അവൻ പോയില്ല. He was called, but he denied the call. So many people are like that. അന്ധബുദ്ധികളാണ്, അന്ധബുദ്ധികൾ. നമ്മളതിലേക്ക് വരും. എന്നാൽ അപ്പൻ തൻ്റെ മറ്റൊരു മകനോട് പറഞ്ഞു, മോനെ, മുന്തിരിത്തോട്ടത്തിൽ ഇച്ചിരി പണിയുണ്ട്, ഒന്ന് പോയി ജോലി ചെയ്യാമോ? He said, I cannot go. But he repented and went. So the first son denied the call, although he was being called. So that call is called denied call. The call was denied.
Second call to the other son, although he denied, he repented and went. So that call is called repentant call. The third one is a normal call for which we are being called. But there is a fourth call called special call. അതാണ് ഈ ശിഷ്യന്മാരോട് വിളിച്ചത്. അത് ചുമ്മാ എല്ലാവരെയും വിളിച്ചാൽ അത് വരത്തില്ല, അത് എല്ലാവർക്കും കിട്ടത്തുമില്ല. ഗദര ദേശത്ത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ അശുദ്ധാത്മാവിനെ കർത്താവ് പുറത്താക്കി. കല്ലറകളിൽ താമസിച്ച് സ്വയം ദേഹത്ത് ശിക്ഷിച്ച് കടിച്ച് നുരച്ച് പതകളൊക്കെ വായിൽ കൂടെ വരുത്തി കണ്ടാൽ ഭീതി തോന്നത്തക്ക വിധം ലഗ്യോനാൽ ബാധിക്കപ്പെട്ട അശുദ്ധാത്മാവുള്ള ഒരുത്തനെ കർത്താവ് ശാസിച്ച് അവൻ്റെ അശുദ്ധാത്മാവിനെ പുറത്താക്കിയപ്പോൾ അവനൊരാഗ്രഹം, കർത്താവെ ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ. കർത്താവ് പറഞ്ഞു, വേണ്ട, നീ പോയി ഈ കാര്യം നിൻ്റെ ദേശത്തുള്ള വീട്ടുകാരോടൊക്കെ അറിയിച്ചാൽ മതി, എൻ്റെ കൂടെ വരണ്ട, അതിന് നീ അതിന് വിളിക്കപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ഡൂയിങ് ഈസ് എ മിഷൻ, but not for the special call. There are a very few people who've been called for the special call. എന്തുകൊണ്ടാണ്? ഫോളോ മീ. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യം. ചുമ്മാ ഒരാൾ അന്ന് കണ്ടതാണ് യേശു കർത്താവിനെ. യേശുവിനെ അന്നാണ് അവർ കാണുന്നത്. ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഫോളോ മീ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അങ്ങ് പോവാണ്. അപ്പോൾ ആ വിളിയിൽ ഒരു മാഗ്നറ്റിക് സ്പിരിച്വൽ പവർ കിടക്കുകയാണ്. ഇനിയും നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അവസാന ഭാഗം വായിക്കുമ്പോൾ ഈ പത്രോസിനോട് കർത്താവ് താൻ തള്ളിപ്പറഞ്ഞതിനെ വീണ്ടും തന്നോടുള്ള സ്നേഹം 3 തവണ ഏറ്റു പറയിച്ചിട്ട് പത്രോസിനെ ഉറപ്പിക്കുന്നുണ്ട്. ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പത്രോസിനോട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ ഭാഗം? ഫോളോ മീ, എന്നെ അനുഗമിക്കുക. ഇത് തന്നെയല്ലേ 3.5 കൊല്ലം മുമ്പ് പത്രോസിനോട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് എ വെരി സ്പെഷ്യൽ കോൾ വിത്തിൻ ദ സ്പെഷ്യൽ കോൾ. എന്തിനാണെന്നറിയാമോ വിളി? അത് വളരെ ചുരുക്കം പേർക്കേ ആ കൃപ കിട്ടത്തുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നവർക്ക് അവരുടെ തേജസ് വേറെ ലെവലാണ്. തേജസ് സഹദാ മരണത്തിനുള്ള വിളിയാണത്. അതെല്ലാവർക്കും ഉള്ളതല്ല. പക്ഷെ അവിടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, സഹദാമാരുടെ തേജസ് വേറെ, മാതാവിൻ്റെ തേജസ് വേറെ. നമ്മുടെ എല്ലാം തേജസ്സിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ജീവിതത്തിൽ എടുക്കുന്ന യാതനകളുടെ വലിപ്പത്തിനനുസരിച്ച് തേജസ്സിൻ്റെ ഖനം കൂടും. 1 കൊരിന്ത്യർ 4:17. നൊടി നേരത്തേക്കുള്ള കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യ ഖനം കിട്ടുവാൻ ഹേതുവാകും. അതുകൊണ്ട് മാർത്തോമാശ്ലീഹയുടെ പെരുന്നാളിന് സംബന്ധിക്കുന്ന നമ്മൾ എ വെരി സ്പെഷ്യൽ കോൾ വിത്തിൻ ദ സ്പെഷ്യൽ കോൾ കിട്ടിയിട്ടുള്ള ഒരു ഡിസൈപ്പിളിൻ്റെ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ നമ്മൾ അയോഗ്യരാണ് എന്ന ബോധത്തോടെ വേണം ഇവിടെ ഇരിക്കാൻ. പോയാൽ നമ്മുടെ പാപങ്ങളെ ഓർക്കണം. ഇതാണ് പെരുന്നാളിന്. എന്തിനാണ്? ദൈവസന്നിധിയിലിരുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ധ്യാനിച്ച് പശ്ചാത്താപിച്ച്, കർത്താവേ എന്നോട് കരുണ തോന്നണം, പെരുന്നാൾ ഘോഷിച്ചിടുന്നു, നാമം ചേർന്നോതിയിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം റെസ്പോണ്ട് ചെയ്യുന്നത് എന്താണ്? കുറിയേലായിസോൻ എന്ന് പറഞ്ഞാൽ ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ. പൗരസ്ത്യ ദർശനത്തിൻ്റെ കാതലാണ് ആ പ്രാർത്ഥന. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഒരു പ്രത്യേക കാര്യം മാർത്തോമാശ്ലീഹയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ധ്യാനിക്കാം. അതിനായിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 17 വാക്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്കൊന്ന് പെടുത്തുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 14 വാക്യം. ഞാനത് ആദ്യം മലയാളത്തിൽ വായിക്കാം, അതിനുശേഷം ഇംഗ്ലീഷിൽ വായിച്ച് കേൾപ്പിക്കാം. അതിപ്രകാരമാണ്: ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങളിനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി. 2 ബുദ്ധികൾ ഇപ്പോൾ ഇവിടെ തന്നെ വന്നു. 1 വ്യർത്ഥ ബുദ്ധി, 2
അന്ധബുദ്ധി എന്താണെന്ന് പറഞ്ഞുതരാം. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം, വിഷമിക്കേണ്ട. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഞാനൊന്ന് വായിക്കാം. സോ ഐ ടെൽ യു ദിസ്, Ephesians 4 verse 17 through 23. So I tell you this, and insist on it in the Lord, that you must no longer live as the Gentiles do, in the futility of their thinking. Vyartha buddhi, futility of their thinking. They are darkened in their understanding and separated from the life of God because of the ignorance that is in them due to the hardening of their hearts. Darkened their understanding and separated from the life of God because of the ignorance that is in them due to the hardening of their heart. മനം തഴമ്പിച്ചു പോയവർ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയാമോ? നെക്സ്റ്റ് സെൻറ്റൻസ്, ഹാവിങ് ലോസ്റ്റ് ഓൾ സെൻസിറ്റിവിറ്റി. ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം. Having lost all sensitivity, they have given themselves over to sensuality as to indulge in every kind of impurity, and they are full of greed. That, however, is not the way of life you learned when you heard about Christ and were taught in Him in accordance with the truth that is in Jesus. You were taught with regard to your former way of life to put off your old self, which is being corrupted by its deceitful desires, to be made new in the attitude of your minds. സെൻസിറ്റിവിറ്റി. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാം? ബുദ്ധി എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കെല്ലാവരും ബുദ്ധിയുള്ളവരാണ്. ബുദ്ധി യഥാർത്ഥത്തിൽ എന്തുമായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നറിയാമോ? എവിടെയാണ് ഈ ബുദ്ധി ഇരിക്കുന്നത്? നമ്മൾ പറയും തലച്ചോറിലാണ് ബുദ്ധി ഇരിക്കുന്നത് പറയും. അവൾ എന്താ ഇത് ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലാണോ? തലച്ചോറിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മുടെ ബുദ്ധി നമ്മുടെ മൈൻഡുമായിട്ട് കണക്റ്റഡാണ് എപ്പോഴും. മൈൻഡുമായിട്ട് കണക്റ്റാണെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ഹൃദയ ബോധ വിചാര മണ്ഡലങ്ങളുമായിട്ട് കണക്റ്റഡാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ വാക്കിനെയാണ് ഈ ഹൃദയ ബോധ, യുവർ ഹാർട്ട്സ്, തോട്ട്സ് ആൻഡ് മൈൻഡ് ഓൾ ടുഗദർ കമ്പൈൻഡ് ഈസ് കോൾഡ് സോൾ, ദേഹി എന്ന് പറയും. ഹൃദയം, ബോധം, വിചാരം ഇതെവിടെ ഇരിക്കണമെന്നാണ് നമ്മൾ ആരാധനയിൽ കേട്ടിട്ടുള്ളത്? പറയാമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവമായ കർത്താവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന, കർത്താവിൽ എന്ന് പറഞ്ഞാൽ പറ്റില്ല, യു മസ്റ്റ് ബി സ്പെസിഫിക് ഇൻ ഓൾ ദീസ് ആൻസേഴ്സ്. ദൈവമായ കർത്താവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന മശിഹാ തമ്പുരാനിലായിരിക്കണം എന്ന് പറഞ്ഞാൽ our mind, hearts and thoughts to be lifted to the soul of Jesus Christ or to Jesus Christ. പിതാക്കന്മാരുടെ ഒരു പഴയ പഠിപ്പീരുണ്ട്. നമ്മുടെ ആത്മാവ് പിതാവാൻ ദൈവത്തോടും നമ്മുടെ ദേഹി, അതായത് ഹൃദയ ബോധ വിചാര മണ്ഡലങ്ങൾ പുത്രനാകും ദൈവത്തോടും പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പ് ഭവനം ദേഹവുമാണെന്ന് ഇങ്ങനൊരു ഒരു ടീച്ചിങ് ഉണ്ട്. അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. പക്ഷേ ഈ ബുദ്ധി
വ്യർത്ഥബുദ്ധിയായി പോകുന്നതിൻ്റെയും അല്ലെങ്കിൽ അത് അന്ധബുദ്ധിയായി പോകുന്നതിൻ്റെയും കാരണം ഈ കണക്ഷൻ വിടുന്നതുകൊണ്ടാണ്. കണക്റ്റഡ് അല്ല. ദൈവമക്കളെ, എല്ലാ ദിവസവും ക്രിസ്തുവുമായിട്ട് സെൻസിറ്റിവിറ്റി ഇല്ലെങ്കിൽ, സെൻസേഷൻ ഇല്ലെങ്കിൽ ഈ കണക്ഷൻ പോവും. മാമോദീസ മുങ്ങി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വിശുദ്ധ കുർബാനയ്ക്ക് അനുഭവിച്ചിട്ട് നമ്മൾ എന്തെല്ലാം അഭ്യാസ പ്രകടനങ്ങളാണ് കാണിക്കുന്നത്. കർത്താവിന് ഒരു രീതിയിൽ യോജിക്കാൻ പറ്റാത്ത എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്തുകൊണ്ടാണത്? സെൻസിറ്റിവിറ്റി ഇല്ല ആരുമായിട്ട്, അല്ലെങ്കിൽ സെൻസേഷൻ ഇല്ല. ഹാവിങ് ലോസ്റ്റ് ഓൾ സെൻസിറ്റിവിറ്റി. ആരുമായിട്ട്? ക്രിസ്തുവുമായിട്ട്. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ് നമ്മുടെ മനോബോധ വിചാര മണ്ഡലങ്ങൾ. ഇത് കണക്റ്റഡ് ആയില്ലെങ്കിൽ മനോബോധ വിചാരങ്ങളുമായി, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലേ ചിലപ്പോൾ മനസ്സിലാകത്തുള്ളൂ, ശ്രദ്ധിച്ചിരിക്കണം, മനോബോധ വിചാര മണ്ഡലങ്ങളുമായി കണക്റ്റഡ് ആയിരിക്കുന്നത് നമ്മുടെ ബുദ്ധി വ്യർത്ഥ ബുദ്ധിയോ അല്ലെങ്കിൽ അന്ധബുദ്ധിയായി പോകും. ഇപ്പോൾ എഫേസ്യ ലേഖനത്തിലൂടെ പറയുകയാണ്, എന്താണ് പറയുന്നത്? So I tell you this and insist on in the Lord that you must no longer live as the Gentiles do in the futility of their thinking. അപ്പോൾ ജാതികൾ ചെയ്യുന്നത് പോലെ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ജാതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാത്ത ഒരു വർഗത്തെ പറ്റിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, പുറജാതികൾ എന്നൊക്കെ. പക്ഷേ അവർ ചെയ്യുന്നത് പോലെ നമ്മളുടെയും ബുദ്ധി വ്യർത്ഥ ബുദ്ധിയോ അന്ധബുദ്ധിയോ ആയിപ്പോയാൽ നമ്മളും ആരുടെ ഗണത്തിലാണ്? ജാതികളുടെ ഗണത്തിലാണ്. സംശയമല്ലോ ഉണ്ടോ? കുർബാനയൊക്കെ അനുഭവിച്ച് വെളിയിലോട്ടിറങ്ങി നമുക്ക് വിരോധിയായ ഒരുത്തനെ കണ്ടു, 4 അസഭ്യ വാക്ക് പറഞ്ഞു, അപ്പോൾ നമ്മൾ ജാതികളായി. ക്രിസ്തുവിൽ ആകുന്നവൻ അങ്ങനെ പറയുമോ? അപ്പോൾ ക്രിസ്തുവുമായിട്ട് ഒരു സെൻസേഷൻ നമുക്ക് ആവശ്യമാണ്. വ്യർത്ഥബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വ്യർത്ഥബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വ്യർത്ഥബുദ്ധി, ഉള്ള ബുദ്ധി ഉപയോഗശൂന്യമായി പോകുമ്പോഴാണ്, വ്യർത്ഥമായി ഉപയോഗിക്കുകയാണത്. അതിനാണ് വ്യർത്ഥബുദ്ധി എന്ന് പറയുന്നത്. അന്ധബുദ്ധിയോ? അന്ധബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡാർക്കൻഡായിപ്പോയി. അതെങ്ങനെയാണ് ഡാർക്കൻഡായിരിക്കുന്നത് എന്ന് പൗലോസ്ലീഹ പറയുന്നത്, അത് അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ. അജ്ഞാനം, ഹൃദയകാഠിന്യം, അതെന്താണ്? 2 വാക്കുകൾ. എനിക്ക് ഈ കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് കഥ പറയാനോ ഒന്നും സമയമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അല്പം ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ ഉറങ്ങരുത്. അജ്ഞാനം, ഹൃദയകാഠിന്യം. എന്താണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ? ലോകപരമായി നമ്മൾ നേടിയെടുക്കുന്ന നോളജിനെ ഇല്ലാതിരിക്കുന്നതിനാണോ അജ്ഞാനം എന്ന് പറയുന്നത്? അജ്ഞാനം. ജ്ഞാനം സമം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പൂരിപ്പിക്കാമോ? ജ്ഞാനം സമം, സദൃശവാക്യങ്ങൾ 8-ാം അധ്യായത്തിൽ ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് താഴോട്ട് പറഞ്ഞിട്ട്, അവൻ ഭൂമിയുടെ വൃത്താകാരം വരച്ചപ്പോഴും ഞാൻ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഞാൻ ആര്? ജ്ഞാനം. ജ്ഞാനം അനാദികാലം മുമ്പേ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന ജ്ഞാനമാണ്. ജ്ഞാനമാണ് കർത്താവായ യേശു മിശിഹ. അതൊക്കെ വെടിപൊട്ടിക്കുന്ന പോലെ ഉച്ചത്തിൽ എന്നോടിപ്പം റെസ്പോണ്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ക്രിസ്തുവാണ് ജ്ഞാനം. ക്രിസ്തു മാത്രമേ ജ്ഞാനമുള്ളൂ. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്നവർക്കെല്ലാം എന്തുണ്ടെന്നാണ്? ജ്ഞാനമുണ്ടെന്നാണ്, ബുദ്ധിയുണ്ടെന്നാണ്. അപ്പോൾ ഈ ജ്ഞാനവും ബുദ്ധിയുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ അർത്ഥം. ബുദ്ധി വ്യർത്ഥമാകാതിരിക്കാൻ നമ്മുടെ ബുദ്ധി പ്രകാശിപ്പിക്കണമെങ്കിൽ നിൻ്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധിയെ ബുദ്ധിമാനാക്കുന്നു. സദൃശവാക്യങ്ങളിൽ മറ്റൊരു വാചനമുണ്ട് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട്, ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളങ്ങളെ അവൻ ഒഴിഞ്ഞു പോകും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പാതാളം എന്താണ് എന്നൊക്കെ പഠിക്കേണ്ടി വരും. നമ്മുടെ വിചാരം പാതാളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന ഏതോ ഒരു സ്ഥലമാണെന്നാണ്. അങ്ങനെയൊന്നും അല്ല. ദ പാരഡൈസ് ആൻഡ് ഷിയോൾ ബോത്ത് ആർ
we can experience both when we are alive in this earth also. If you are in a desperate mood, you have a feeling of suicide, which means that you are living in Sheol. But when you rejoice in Lord Jesus Christ, even if you are in the earth, you are in paradise. അപ്പോൾ നമ്മൾ പറുദീസയിലാണോ പാരഡൈസിലാണോ എന്നൊക്കെയുള്ള അവലോകനങ്ങൾ നമ്മൾ തന്നെ നടത്തുക. അപ്പോൾ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വ്യർത്ഥ ബുദ്ധിയോ അന്ധബുദ്ധിയോ ആകും. കാരണം നമുക്ക് അജ്ഞാനമുണ്ട്, ഹൃദയ കാഠിന്യമുണ്ട്. ഹൃദയ കാഠിന്യം എന്ന് പറഞ്ഞാൽ എന്താ? അനുകമ്പയില്ലാത്ത, ഒരു മനസ്സിലും ഇല്ലാത്ത. നമ്മളിപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരെ ഒരുപാട് പേരെ കാണാം. ആത്മീയരിലാണ് ഇത് കൂടുതലുള്ളത്. ആത്മീയരെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ വിളിക്കപ്പെട്ടവർ എന്ന് നിങ്ങൾ കാണുന്നവരിലും ആത്മീയമായ വിവിധ ശുശ്രൂഷ ചെയ്യുന്നവരിലും ഈ അനുകമ്പ, കരുണ, സഹാനുഭൂതി ഇതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാം നിയമത്തിൻ്റെ കുരുക്കുകളിലാണിപ്പോൾ, പോളിസീസിൻ്റെ ആൾക്കാരാണ്. കരുണ നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ പോളിസി കാണിച്ചിട്ട് എന്താണ് കാര്യം? കൂടുതൽ അതിലേക്ക് ഞാനൊന്നും പ്രവേശിക്കുന്നില്ല. എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താ? ഹാവിങ് ലോസ്റ്റ് ഓൾ സെൻസിറ്റിവിറ്റി എന്ത് സംഭവിക്കും? ദേ ഹാവ് ഗിവൺ ദംസെൽസ് ടു sensuality so as to indulge in every kind of impurity and they are full of greed. അതായത് ദൈവത്തിൻ്റെ ജീവനിൽ നകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? സെൻസിറ്റിവിറ്റി പോയി. ആരുമായിട്ടുള്ള സെൻസിറ്റിവിറ്റി പോയി? കർത്താവുമായിട്ടുള്ള സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് ഈ സെൻസിറ്റിവിറ്റി? ഞാൻ പറഞ്ഞുവല്ലോ, എല്ലാ ദിവസവും ഈ സെൻസിറ്റിവിറ്റി കാലത്തും വൈകിട്ടും പുതുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകും. അത് ഞാൻ കുർബാന അനുഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ മാമോദീസ അനുഭവിച്ചെന്ന് ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യു ഹാവ് ടു റിന്യൂ. അത് പരിശുദ്ധാത്മാവിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതെങ്ങനെയൊക്കെ നമുക്കതിനെ റിന്യൂ ചെയ്യാം? റിന്യൂ ചെയ്ത ആൾക്കാരുടെ ജീവിത രീതികൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അല്പസമയം ഒന്ന് പഠിച്ചു നോക്കാം. ഇത് റിന്യൂ ചെയ്യണം. തീത്തോസ് 4:3 പറയുന്നുണ്ട് അല്ലേ? നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളല്ല അവൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെടേണ്ടതിന് പ്രത്യാശപ്രകാരം 1 പുനർജനന സ്നാനം കൊണ്ടും ഒരു കാര്യമാണ്. 2 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് ഡെയിലി നടന്നില്ലെന്നുണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവിനെ സെൻസ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഇത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലിവിങ് ക്രൈസ്റ്റിനെ സെൻസ് ചെയ്യണം. എന്താ സെൻസ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം? കർത്താവ് നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടോ? നിങ്ങൾ കർത്താവിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ഞാനിവിടെ ചേർത്താണ് കേട്ടോ. നമ്മൾ കർത്താവിനെ തൊട്ടിട്ടുണ്ടോ? ടെന്നീസ് കളി കഴിഞ്ഞെങ്കിലേ ഞാൻ ഇനിയും ബാക്കി പറയത്തുള്ളൂ. ഈ ടെന്നീസ് കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ? അവരവിടെ നന്നോട്ടെന്നേ, അവരെ ചെയ്തോളൂ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. എൻ്റെ ചോദ്യം, കർത്താവിനെ നിങ്ങൾ തൊട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? മണത്തിട്ടുണ്ടോ? രുചിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ചോദ്യങ്ങളാണ്. ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ ഉള്ളതാണോ? ഇല്ലാത്തതല്ല. ഐ ബിലീവ് ഇൻ ലിവിങ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് only just because I sense him.
not because I am born in an Orthodox background. I am proud that I am an Orthodox Christian, because in Orthodoxy there are so much of facilities so that we can sense Jesus Christ every moment in your life 24/7. സെൻസ് ചെയ്യാൻ പറ്റും. വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോഴേ കർത്താവിനെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെൻസ് ചെയ്യാൻ എപ്പോഴാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി പോകുന്നത്? എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് സെൻസിറ്റിവിറ്റി പോകുന്നത്? നിങ്ങൾ പറ, സയൻറ്റിഫിക്കായിട്ട് പറ. എൻ്റെ ശരീരത്തിൽ ഒരാൾ വന്ന് തൊടുന്നു, സ്പർശനം ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻസ് പോയി എന്ന് പറയും. ആ സെൻസ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? നേരത്തെ എങ്ങനെയാണ് ഇത് അറിഞ്ഞുകൊണ്ടിരുന്നത്? ഇവിടുന്ന് അതിൻ്റെ ഇൻഫോർമേഷൻ ബ്രെയിനിൽ ചെന്നിട്ട് ബ്രെയിനിൽ നിന്നാണ് ഇത് തിരിച്ചു വിടുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ ഒരു സെൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളവരും ആരാണ് നമ്മളെ തൊട്ടതെന്നുള്ളതും എന്താണ് നമ്മുടെ ദേഹത്ത് വന്ന് വീണ് എന്നുള്ളതും ഒക്കെ നമുക്ക് വെളിവാകുന്നത് ഈ ബ്രെയിനുമായിട്ട് നമ്മുടെ വെയിൻസ് കണക്റ്റഡ് ആയിരിക്കുന്നതുകൊണ്ടാണ്. കർത്താവിൻ്റെ സെൻസ് കിട്ടണമെങ്കിൽ ഹൃദയബോധ വിചാരങ്ങളിലെ ഉടമയായ ഈ കർത്താവുമായിട്ട് ഡെയിലി ഈ വെയിൻ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കണം. എങ്കിലേ നമ്മുടെ ആത്മാവിലും ദേഹിയിലും ശരീരത്തിലും തൊടുന്ന ഓരോ കാര്യങ്ങളും പാപമയമുള്ളതാണോ അല്ലയോ എന്ന് വിവേചിച്ചറിയാൻ പോലെയുള്ള ജ്ഞാനമായ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. പറഞ്ഞ പോലെ മനസ്സിലാവുന്നുണ്ടോ? ഇത് കട്ടിയായിട്ടുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്കെല്ലാം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ കർത്താവിനെ സെൻസ് ചെയ്ത, തൊട്ട് സെൻസ് ചെയ്ത 3 പേരെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. 3 പേര്. ഒരാൾ കർത്താവിനെ തൊടുവാൻ ശ്രമിച്ചു, തൊട്ടില്ല എന്നുള്ള രീതിയിൽ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൻ്റെ പുറകിൽ പോയൊന്ന് സ്പർശിച്ചു. ആ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ ആ സ്ത്രീക്കുണ്ടായിരുന്ന രോഗത്തെപ്പറ്റി വിശദമായി എഴുതിയിട്ടുണ്ട്. 12 വർഷമായി രക്തസ്രാവത്താൽ ബാധിതയായിരുന്ന ഒരു സ്ത്രീ. കർത്താവ് തിക്കിത്തിരക്കുന്നതിൻ്റെ ഇടയിൽ അവൾ പുറകിൽ ചെന്ന് തൊടുവാൻ ശ്രമിച്ചു. എല്ലാവരും അവളെ തള്ളി മാറ്റുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ ഒരു ശരിയായ ഒരു പിക്ചറൈസേഷൻ ചോസൻ എന്നുള്ള സീരിയലിലുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി. ഏറ്റവും നല്ല പിക്ചറൈസേഷൻ അതിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ? ദ ചോസൻ. അതിനകത്ത് രക്തസ്രാവക്കാരിയായ സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കുന്ന പാർട്ടെടുത്ത് വെച്ചൊന്ന് കണ്ടാൽ മതി. അല്ല, മനോഹരമായിട്ട് അത് വർണ്ണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? പത്രോസ് പറയുന്നുണ്ട്, കർത്താവെ, പുരുഷാരെല്ലാം നിന്നെ തിക്കിത്തിരക്കുകയാണ്. ജനമെല്ലാം തിക്കിത്തിരക്കാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം കൂടും. ദൈവികത കണ്ടൊന്നുമല്ല, ഇവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്, നന്നായിട്ട് വചനം പറയുന്നവനാണ്, പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ആളുകൾ ഇവൻ ആരാണെന്നറിയാൻ വേണ്ടി അനേകർ കൂടുന്നതിൻ്റെ ഇടയ്ക്ക് യഹൂദന്മാരുടെ ഇടയിൽ രക്തസ്രാവക്കാരിയായ സ്ത്രീ വന്നു കഴിഞ്ഞാൽ അവർ മുഴുവൻ അശുദ്ധരാകും, തൊടാൻ പാടില്ല. അവൾക്ക് ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ, എൻ്റെ രോഗം എങ്ങനെയെങ്കിലും മാറണം. കർത്താവ് അറിയണമെന്ന് പോലുമില്ല അവളുടെ വിശ്വാസം. അവൾ ഓടിച്ചെന്ന് ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടു, തൊങ്ങലിൽ തൊട്ടു. ഒരു വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് കഴിഞ്ഞാൽ എന്തറിയാനാ? നമ്മുടെ വസ്ത്രം പോലൊന്നുമല്ല, അങ്ങനെ തൂങ്ങി കുപ്പായം പോലെ തൂങ്ങി കിടക്കുകയാണ്. പുറകിൽ വന്ന് അതിൻ്റെ തുമ്പത്ത് തൊട്ടാൽ അറിയില്ല. ദേഹത്ത് തൊടുവാൻ പാടില്ല, അനുവദനീയമല്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത്? തൊട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു. അതിന് 2 വേർഷനുണ്ട്. 2 വേർഷനിൽ ഒരു വേർഷൻ മാത്രമേ ഇപ്പോൾ എനിക്ക് പറയുവാൻ അനുവാദമുള്ളൂ. അതായത് കർത്താവിനെ തൊടുവാൻ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ തന്നെ ആ വിശ്വാസത്തിൻ്റെ ബലത്തിൽ അവൾക്ക് കർത്താവിൽ നിന്ന് ശക്തി റിസീവ് ചെയ്യുവാൻ പറ്റി. അതെന്തുകൊണ്ടാണ്?
സെൻസിറ്റിവിറ്റിയുടെ ബേസിക് കാര്യം എന്ന് പറഞ്ഞത്, ഫണ്ടമെൻ്റൽ കാര്യം എന്ന് പറയുന്നത് കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. സെൻസ് ചെയ്യണമെങ്കിൽ അത് അത്യാവശ്യമാണ്. കർത്താവിനെ നിങ്ങൾ സെൻസ് ചെയ്യണോ? വിശ്വാസം വേണം. ഇന്ന് നമുക്കറിയാമോ, വിശ്വാസമുണ്ട് എന്നൊക്കെ പറയുന്നവർ നാണക്കേടായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലജ്ജയായതിന് മാനവും വന്നിട്ടുണ്ട്. അങ്ങനൊരു വചനമുണ്ട്, ലജ്ജയായതിൽ അവർ മാനം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ ലജ്ജയായതിൽ മാനം എന്ന് പറഞ്ഞാൽ? ലജ്ജിക്കേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ മാന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, സ്വാഭാവികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് നമ്മൾ അയ്യേ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നോർമലൈസ്ഡായി, വളരെ നോർമലൈസ്ഡായി. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ഒരു 5 വർഷത്തിനുള്ളിൽ നോർമലൈസ്ഡ് ആവും. കാരണം ദ വേൾഡ് ഈസ് ഫാസ്റ്റ് മൂവിങ്, നോട്ട് ലൈക്ക് പ്രീവിയസ് ഡേയ്സ്. ദ അഡ്വാൻസ് ടെക്നോളജി, artificial intelligence has overtaken every minds in such a way that it's going so fast that you can never think of. In 5 years of time, you will get astonished to see lot of changes that you will never expect. ഒരു കാലത്ത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിഷമോ ദേഷ്യമോ ഒന്നും തോന്നരുത്. ഒരു കാലത്ത് ഡിവോഴ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചത്ത് കൈവയ്ക്കുമായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു, എൻ്റെ പോലും. ഇന്നോ ഇന്നൊരു അഭിമാനമാണ്. ഇന്നൊരു അഭിമാനമാണ്. ഈ അടുത്ത കാലം വരെ ഗേ മാരേജ് എന്ന് പറയുന്നത് അയ്യേ എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. ഇന്നോ it has become normal. And media is projecting and highlighting people who are in that field, and the media is after them with lot of interviews, and lot of generations are being attracted towards it because of this. Normalized ആയി. ലെസ്ബിയൻസ്, ഗേ, ഹോമോസെക്ഷുവാലിറ്റി, ബൈസെക്ഷുവാലിറ്റി, ഇതെല്ലാം ഇപ്പം നോർമലാണ്. നിങ്ങൾ ഞെട്ടത്തില്ലെങ്കിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം പറയാം. അതിപ്പോഴുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ഇപ്പോൾ മൃഗത്തോടുകൂടി ജീവിക്കുന്നവർ ഉണ്ട്, എനിക്കറിയാം. പതുക്കെ ഇതങ്ങ് നോർമലൈസ്ഡ് ആവും. കൂടുതൽ വൃത്തികേടായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ലജ്ജയായതിന് മാനം വന്നിരിക്കുന്നു. ഇതെന്തുകൊണ്ടായി സംഭവിക്കുന്നത്? ശക്തിയില്ല, സെൻസിറ്റിവിറ്റി പോയി എന്ന് മാത്രമല്ല, അന്ധബുദ്ധികളായി. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് സംഭവിച്ചത്? സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ അവർ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. മാതാപിതാക്കൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ വിളിച്ചു പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ പുതിയ ആത്മീയ പ്രസ്ഥാനങ്ങൾ പ്രവാചക ശബ്ദം എന്ന് പറയുന്നതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് ഭാവി പറയുന്നതാണ് പ്രവാചകം. ഏതോ ഒരു സഹോദരൻ സതീശൻ മുഖ്യമന്ത്രിയാവുമെന്ന് പ്രവചിച്ചു. സതീശൻ മുഖ്യമന്ത്രിയാവുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഭയങ്കര ഇൻ്റർവ്യൂ ആണ്. പ്രവചൻ ഇനി അടുത്തത് ആരാണ്? ഇപ്പോഴേ ശരിക്കും പ്രവാചകൻ ആരാണ്? പ്രവാചകൻ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനാണ് പ്രവാചകൻ. തെറ്റ്
അവനാണ് പ്രവാചകൻ. അല്ലാതെ നിനക്കത് വരും, സാമ്പത്തിക ഉയർത്തി വരും, നാളെ നീ എൻജിനീയർ ആവും, മറ്റന്നാൾ നീ അമേരിക്കയിൽ പോവും. അതൊക്കെ ദൈവഹിതം പോലെ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്തോട്ടെ. അയ്യോ കഷ്ടം എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തിന്മയ്ക്ക് തിന്മ എന്നും നന്മയ്ക്ക് നന്മ എന്ന് പേർ വരികയും ഇരുളിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് വിളിച്ചു പറയുവാൻ ധൈര്യമുള്ളവനാണ് പ്രവാചകൻ. അപ്പോൾ അവന് മരണത്തെ പേടി കാണരുത്. സകല അശുദ്ധിക്കും വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു ലോകത്തിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരാവസ്ഥയിലേക്ക് ലോകം വീണ് കഴിഞ്ഞു. എല്ലാവരും കർത്താവുമായിട്ടുള്ള സെൻസ് കീപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുറയും നമ്മളും തീരും. യു കീപ്പ് എ സെൻസിറ്റിവിറ്റി വിത്ത് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എവറി ഡേ. പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം പെന്തിക്കോസ്തി എന്ന് പറയുന്നത് ആണ്ടിലൊരിക്കൽ നടത്തുന്നത് ദിവസവും ഈ ആ പെന്തിക്കോസ്തി നിലനിർത്തുവാനാണ്. എല്ലാ ദിവസവും കർത്താവുമായിട്ടൊരു ഒരു ഒരു കണക്ഷൻ. എന്തൊരു ആനന്ദമാണെന്നറിയാം ജീവിതം. ആനന്ദം എന്ന് പറഞ്ഞാൽ പരമാനന്ദം. A to Z കാര്യങ്ങൾ കർത്താവ് ചെയ്യും. പക്ഷെ അതിനകത്ത് എപ്പോഴും നമുക്ക് ഈ അനുതാപത്തിൻ്റെ ബോധവും സ്നേഹത്തിൻ്റെ ഒരു നിറവും വിശുദ്ധന്മാരുടെ സംസർഗവും പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകവും കർത്തൃ സാന്നിധ്യവും എല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസത്തിലെ ഓരോ നിമിഷവും നമ്മുടെ മുൻപിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അപ്രാപ്യമായ കാര്യമൊന്നുമല്ല. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്കർ 5:10 പറയുന്നുണ്ട്, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമ്മുടെ കർത്താവിൻ്റെ രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നമ്മൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും സംസാരിക്കും, ഇപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവൻ നമ്മളോട് ഇടപെടും. ആ ഒരു കണക്ഷൻ, ആ സെൻസ് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാലേ, ട്രാക്ക് വന്നു കഴിഞ്ഞാലേ അതിൻ്റെ സുഖമുള്ളൂ. പിന്നെ അങ്ങ് ഓടിക്കോളും. ഞാൻ പറയാറുണ്ട്, ഈ നിങ്ങൾ കാർ ഓടിക്കുമ്പോൾ അത് വെറുതെ ഇറങ്ങി ഓടുമോ? ഇപ്പോഴത്തെ ടെസ്ലയൊക്കെ ഓടുമായിരിക്കാം, നമ്മൾ കമാൻഡ് ചെയ്താൽ മതി. സാധാരണ വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഒരു ലോറി, നാട്ടിലെ ഒരു പാണ്ടി ലോറിയെ നിങ്ങൾ മനസ്സിൽ കാണുക. നാട്ടിലെ ഒരു പാണ്ടി ലോറി, അത് റോഡിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഡ്രൈവർ കയറണം. ആ ഡ്രൈവർ എൻജിൻ സ്റ്റാർട്ടാക്കണം. പണ്ടത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ കുറേ നേരം ഒന്ന് മൂപ്പിക്കണം. കുറേ നേരം എൻജിനൊക്കെ ഒന്ന് മൂപ്പിച്ച് അതൊരു നോർമലൈസ്ഡ് ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞ് ലൈസൻസുള്ള ഡ്രൈവർ റോഡിലേക്ക് ഇറക്കി കഴിഞ്ഞ് ഒരു 4th ഗിയറൊക്കെ ആയി കഴിയുമ്പോൾ ഇവൻ തന്നെ ഓടിക്കോളും. പിന്നെ ഓടിക്കുന്ന ഡ്രൈവർ അല്ല സത്യത്തിൽ, പിന്നെ ആരാണ്? ഈ എൻജിനാണ് വണ്ടിയെ കൊണ്ടുപോകുന്നത്. പക്ഷേ വണ്ടി അല്ല ആദ്യം കയറി ഇത് റോഡിൽ ഇറക്കണം എന്ന് പറയുന്ന പോലെ നമ്മൾ കർത്താവിൻ്റെ സെൻസിലേക്കൊന്ന് ഇറങ്ങുവാൻ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത് നമ്മൾ അതിനൊരു പ്രവൃത്തി ഏറ്റെടുക്കണം. പ്രവൃത്തി, അതായത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത് സബ്മിറ്റ് ചെയ്ത് അനുതാപത്തോടെ അവൻ്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ബാക്കി കാര്യം ഉള്ളിലിരുന്ന് ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയിക്കോളും. നമ്മൾ ഒന്നുമേ അറിയണ്ട, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. എനിക്കത് വലിയ ഇഷ്ടമുള്ളൊരു വചനമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ ഭാരപ്പെടരുത്. ഞാൻ BC അർച്ചൻ്റെ കൂടാണ് ഇന്നലെ താമസിച്ചത്. അച്ഛൻ പറയുമായിരുന്നു, അച്ഛൻ ഇവിടെ എല്ലാവരും ഇങ്ങനെ പേറ്റ് ചെക്ക് ഡെയിലി ഇങ്ങനെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ള ഒരു വലിയ സാമ്പത്തിക സേവിങ്സ് ഒന്നും ഇവിടെ ആർക്കും ഇല്ല. ഉള്ളവരുണ്ടാകുമായിരിക്കാം, പക്ഷെ എല്ലാവരുടെ ഉള്ളിലൊരു ആകുലതയുണ്ട്, ഒരു ഭാരം. എങ്ങനെ മുമ്പോട്ട് പോകും? ഹൗ ദ നെക്സ്റ്റ് ഡേ? കർത്താവ് നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവ് ഉയർത്തെഴുന്നേറ്റൊക്കെ കഴിഞ്ഞാൽ എന്താ ആദ്യം പറയുന്ന കാര്യം? നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ യു റിലാക്സ് മൈ ബിലവഡ് ചിൽഡ്രൻ. യു റിലാക്സ്, റിലാക്സ്. എന്തിനാണ് നിങ്ങൾ കിടന്ന് ഓടുന്നത്? എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ ഭാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും
ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുറകളിൽ ശേഖരിച്ചു വയ്ക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാളൊക്കെ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ ആർക്ക് കഴിയും? ആഹാരത്തെക്കുറിച്ച് ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതെന്ത്? വയലിലെ താമരയെ നോക്കുവീൻ, എങ്ങനെ വളരുന്നുവെന്ന് നോക്കുവീൻ. അവ നൂൽക്കുന്നുമില്ല, അധ്വാനിക്കുന്നുമില്ല, എങ്കിലും ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്ത വചനം പറയാമോ? കോരിത്തരിക്കണം അത് വായിക്കുമ്പോൾ. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ നിങ്ങൾ ദൈവം ഇങ്ങനെയാണ് ചമയിക്കുന്നതെങ്കിൽ, ബാക്കി അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. പക്ഷെ ഇതൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് എന്താണെന്നറിയാമോ? സെൻസേഷനില്ല. എനിക്കൊരു അപ്പനുണ്ടെന്നുള്ള സെൻസേഷൻ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആകാൻ പറ്റത്തുള്ളൂ. അവൻ ഒരറ്റം പിടിച്ചിട്ടുണ്ട് എന്ന്. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു പടുകുഴിയിൽ ഒരു കുഞ്ഞ് വീണുപോയി. അവനൊരു കയറിട്ട് കൊടുത്തു. അവൻ്റെ കൂട്ടുകാരത് മറ്റേ അറ്റത്ത് പിടിച്ചിട്ടുണ്ട്. പ്രായമുള്ള ഒരു ബലമില്ലാത്ത അവൻ്റെ അപ്പൻ വേദനയോടെ കിണറ്റിൻ്റെ അരികെ നിൽപ്പുണ്ട്. അയാൾക്ക് ബലമൊന്നുമില്ല. പക്ഷേ കുഞ്ഞിന് വിശ്വാസമില്ല കൂട്ടുകാരെ. അപ്പൻ പിടിക്കാൻ പറഞ്ഞു കയറ്. അപ്പനാണ്, അപ്പൻ വിടില്ലെന്നവൻ ഉറപ്പാണ്. ഈ അപ്പൻ്റെ സെൻസ് നമുക്ക് കിട്ടണം. എവരി ഡേ എന്നല്ല, എവരി മോമെൻ്റ് ഇൻ യുവർ ലൈഫ്. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ അശുദ്ധമായ അവസ്ഥയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് ഏത് ഉണ്ടായാലും കൊള്ളാം, ഏത് ലോകത്തിലാണെങ്കിലും കൊള്ളാം, എനിക്കെൻ്റെ കർത്താവിൻ്റെ സ്നേഹബന്ധത്തിലായിരിക്കാൻ കർത്താവ് കൃപ തരികയാണ്. അപ്പോൾ ഈ ശക്തി ഇങ്ങോട്ടിങ്ങ് ട്രാൻസ്ഫർ ചെയ്യും. തൊടണം. വസ്ത്രത്തിൻ്റെ അവിടെ തൊടുക ആദ്യത്തെ സ്റ്റേജാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ട്രാക്കിലായി, പരിശുദ്ധാത്മാവിൽ മുമ്പോട്ട് പോകുന്നു. കർത്താവിൻ്റെ വസ്ത്രത്തെ പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. മുമ്പോട്ട് പോയി കഴിയുമ്പോൾ കർത്താവ് കുറച്ചും കൂടെ അടുപ്പിക്കും. എന്നിട്ട് പറയും, എന്നെ ഇങ്ങോട്ടൊന്ന് വന്ന് തൊട്ട് നോക്കാൻ പറയും. മർത്തോമാ ശ്ലീഹായോട് അതാണ് പറഞ്ഞത്. മർത്തോമാ ശ്ലീഹ സത്യത്തിൽ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള വിളി എങ്ങനെയാണ് വന്നത്? 2 വാക്കേ ഉള്ളേ, ലോക പ്രശസ്തമാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? എൻ്റെ കർത്താവേ എന്ന് എത്രയോ പേര് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മർത്തോമാ ശ്ലീഹയുടെ ഈ വിളി, മൈ ലോഡ് ആൻഡ് മൈ ഗോഡ്, ഈ മൈനസ് ഉണ്ടല്ലോ, മൈനസ്, അത് വരണം. എൻ്റെ മത്തൽക്കാര്യം അറിയുക, വെളുപ്പിനെ കല്ലറയിലോട്ട് ഓടിച്ചെന്നിട്ട് കല്ലറ തുറന്നിരിക്കുന്ന കണ്ട് ആ പാടെ വിഷമമായി. വിഷമിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? പക്ഷേ എന്തുകൊണ്ടാണ്? കർത്താവിനെ കാണുന്നില്ല, മരിച്ചുപോയ കർത്താവിനെ കാണുന്നില്ല. അവൾക്ക് ഭയങ്കര വിഷമം. നിങ്ങൾ മനസ്സിലാക്കണം, യഹൂദ സ്ത്രീകൾ വെളുപ്പിനെ പുറത്തിറങ്ങാൻ അവർക്ക് അനുവാദമില്ല. അതൊന്നും വകവയ്ക്കാതെ അവൾ പോയി അവിടെ നിന്ന കാവൽക്കാരോട് എന്താണ് ചോദിച്ചതെന്നറിയാം. ആ ചോദ്യം എന്നെ ഒരുപാട് വല്ലാതെ എന്നെ കുലുക്കിയിട്ടുണ്ട്. എന്താണ് ചോദിച്ചത്? എന്താണ് അവൾ ചോദിച്ചത്? വചനം വായിക്കണം കേട്ടോ. സെൻസ് ചെയ്യാനുള്ള ഏറ്റവും മാർഗ്ഗമാണ്. ഞാൻ 4-5 മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട് എങ്ങനെ സെൻസ് ചെയ്യാനുള്ളതെന്നുള്ളത്. എന്താണ് ചോദിച്ചത്? ഇന്നലെ ഒരാളെ ഇവിടെ കബറടക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ക്രൂശിച്ച ഒരു യേശു എന്ന പേരുള്ള ഒരു ആൾ. അയാൾ ഇവിടെ എങ്ങാനും ഉണ്ടോ, അതോ കാണുന്നില്ലല്ലോ, അങ്ങനെയാണോ ചോദിച്ചത്? എന്താ ചോദിച്ചത്? ഇന്നലെ ഇവിടെ ഒരു യേശു എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങളെല്ലാം കൂടെ ക്രൂശിച്ചില്ലേ, ആളിൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ, ആ ആളിവിടെ ഉണ്ടോ എന്നാണോ ചോദിച്ചത്? പിന്നെന്താണ് ചോദിച്ചത്? അവൾ ചോദിക്കുകയാണ്, എൻ്റെ
കർത്താവിനെ എവിടെ കൊണ്ടുപോയി? ഇതാണ് ഉള്ളിൽ നിന്ന് എൻ്റെ ഈ ഫീല് വരണം. എങ്ങനെ വരും? സെൻസ് കിട്ടണം. സെൻസ്, ടച്ച് തൊടണം. അതെവിടെയാണ് തൊടേണ്ടത്? അകത്തിതറിയണം. അതുകൊണ്ട് അവസാനം പൗലോസ്ലീഹ പറയുന്നുണ്ട് 23-ാം വാക്യത്തിൽ, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുവാനായി ഓരോ ദിവസവും ഈ സെൻസ് കിട്ടുമ്പോൾ യുവർ ഇന്നർ സ്പിരിറ്റ് വിൽ ഗെറ്റ് റിന്യൂ ചെയ്യും. അത് അന്നേരം ഒരു ആനന്ദം നിറയും. ആ ആനന്ദത്തിൻ്റെ കൂടെ നമ്മളിലേക്ക് നിറഞ്ഞു വരുന്നതാണ് ജ്ഞാനം, വിസ്ഡം. ആരെക്കുറിച്ചുള്ളത്? കർത്താവിനെക്കുറിച്ചുള്ള വിസ്ഡം. എന്തുവാ കർത്താവിനെക്കുറിച്ചുള്ള വിസ്ഡം എന്ന് പറഞ്ഞാൽ അർത്ഥം? വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? കർത്താവിനെക്കുറിച്ച് എന്ത് വിസ്ഡമാണ് നമുക്ക് വേണ്ടിയത്? കർത്താവ് വന്നു, ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. അത്രയൊക്കെ നമുക്കറിയാം. അതൊന്നും പോരാ. ഇത് നമ്മൾ യുഗാന്ത്യത്തോളം നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ പോലും കർത്താവിനെക്കുറിച്ചുള്ള അറിവ് തീരത്തില്ല. അതുപോലെ അവൻ അറിയാനുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാനിപ്പോൾ ഛേദം നിന്നുന്നു, അത്രയുമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള. കണ്ടോ, എൻ്റെ കർത്താവ്, അതാണ് പൗലോസ്ലീഹയും പറയുന്നത് കേട്ടോ. എൻ്റെ കർത്താവ്, എൻ്റെ കിട്ടണം. കിട്ടുമോ? ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ്, അതങ്ങനെ പറയണം. അത് ചുമ്മാ എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ പോലെ മർത്തോമാസ്ലീഹ, ഞാൻ അതാ പറയാൻ വന്നത്. അതായത് മർത്തോമാസ്ലീഹയ്ക്ക് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം കിട്ടിയത് മുറിവിൽ തൊട്ടപ്പോൾ പവർ ഇറങ്ങി. അതുകൊണ്ട് പൗലോസ്ലീഹയും പറയുകയാണ്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോൾ ഞാനെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിമനോഹരമായൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? വലിയ ഇഷ്ടമുള്ളൊരു വാക്യമാണ്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് വളരണമെന്നും. സെൻസ് കിട്ടണം, സെൻസ്. മർത്തോമാസ്ലീഹ തൊട്ടു കഴിഞ്ഞപ്പോൾ തുണിയേലല്ല ഇപ്പോൾ തൊട്ടത്. പിന്നെ എവിടെയാണ് തൊട്ടത്? മുറിവിലാണ്. കർത്താവ് അനുവദിച്ചു. അതുവരെ ആരെ അനുവദിച്ചിട്ടില്ലായിരുന്നു. മർത്തോമാസ്ലീഹയുടെ നമുക്കൊരു സ്നേഹം തോന്നേണ്ട വലിയൊരു ഒരു 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 സംഭവമാണ് ഇത് കേട്ടോ. മർത്തോമാസ്ലീഹ ആദ്യം 12 കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. 11 പേരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കർത്താവ് വന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. മർത്തോമാസ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. 8 നാൾ കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവ് മർത്തോമാസ്ലീഹ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങ് വാടാ മോനെ എന്ന് പറഞ്ഞു. എന്നാണ് വിശ്വസിക്കാഞ്ഞത്? മർത്തോമാസ്ലീഹ എന്തുകൊണ്ടാണ് വിശ്വസിക്കാഞ്ഞത്? അതെന്താണെന്നറിയാമോ? മർത്തോമാസ്ലീഹയുടെ വിഷമം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അവിശ്വാസം അല്ലത് എന്നാണ് എൻ്റെ ഒരു ധാരണ. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും സ്നേഹബന്ധത്തിൽ 12 പേര് ഒരുമിച്ച് നടന്നു, ഒരുത്തൻ പിന്മാറിപ്പോയി, പിന്നെ 11 പേരും തൻ്റെ ഗുരുനാഥൻ സകല ഉപേക്ഷിച്ച് പോയത്. സ്പെഷ്യൽ കോളിലുള്ളവർ, അത് മനസ്സിലാക്കിക്കൊള്ളണം. ചുമ്മാ പുറകെ പോയവരല്ല. എല്ലാം ഉപേക്ഷിച്ച് ഇനിയും വേറൊന്നുമില്ല. ഒരു സുപ്രഭാതത്തിൽ ഇതാണ്ട്ര നമ്മുടെ ഗുരുനാഥൻ മരത്തിന്മേൽ തൂങ്ങിക്കിടക്കുന്നു, മരിച്ചു. സകലരും നിരാശരായിപ്പോയി. 3 നാൾ കഴിഞ്ഞപ്പോൾ മത്തലക്കാരത്തി മറിയാം മുഖാന്തരം ആ വാർത്ത അറിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 11 പേരിൽ ഇരിക്കുന്നവരിൽ തോമാസ്ലീഹ ഇല്ലായിരുന്നപ്പോൾ കർത്താവ് അവിടെ വന്നു. തോമാസ്ലീഹ ഈ വിവരം അറിയുമ്പോൾ, ഞാനായിരുന്നു തോമാസ്ലീഹ എങ്കിൽ ഞാൻ ചിലപ്പം പിണങ്ങിപ്പോയേനെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനില്ലാത്ത സമയത്ത് കർത്താവ് വരാമോ? ഞാനും അവരെ പോലെ തന്നെ കർത്താവിനെ സ്നേഹിച്ചതല്ലേ. പിന്നെന്തിനാണ് കർത്താവ്? ആ വിഷമം കാരണം പൗലോസ്ലീഹ പറയാണ്, എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്കും കാണണം.
ഇതാണ് ആഗ്രഹം. ഈ ആഗ്രഹം നമുക്ക് തോന്നാറുണ്ടോ? പള്ളി വരുന്നു, കുർബാന അനുഭവിക്കുന്നു, പെരുന്നാളൊക്കെ നടത്തുന്നു, വെടിക്കെട്ടൊക്കെ നടത്തുന്നു, വീട്ടിൽ പോകുന്നു, ആൾ പഴയത് തന്നെ. ആഗ്രഹം വർദ്ധിച്ചോ? കർത്താവിനെ കാണാൻ കാണാൻ സെൻസ് ചെയ്യാൻ, കണ്ണുകൊണ്ട് സെൻസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവണം. ആഗ്രഹം കാണാൻ. മർത്തോമാ ശ്ലീഹ കാണാനുള്ള ആഗ്രഹത്തിൽ, ആ വിഷമത്തിൽ ഇവരോട് പറയുകയാണ്, ഞാൻ വിശ്വസിക്കത്തില്ല, എൻ്റെ മുമ്പിലും വരണം. സ്നേഹമാണ് അവിടെ പ്രധാനം നിഴലിച്ച് നിൽക്കുന്നത്. എന്നിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ വേറെ ആർക്കും കിട്ടാത്ത സൗഭാഗ്യം ആർക്ക് കൊടുത്തു? മർത്തോമാ ശ്ലീഹയ്ക്ക് കൊടുത്തു. വാടാ ഇവിടെ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാടാ. സ്നേഹത്തിലാണ് കർത്താവ് പറയുന്നത്, അല്ല ദേഷ്യപ്പെട്ടൊന്നുമല്ല. വിശ്വാസിയോ ചുമ്മാ എന്തുകൊട്? അങ്ങനെയാണ് അതിൻ്റെ ടോൺ. അല്ലാതെ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, മറ്റുള്ളവരുടെ കൂട്ടല്ല. അല്ല, ചുമ്മാ എന്നടാ, ഞാൻ പറഞ്ഞില്ലേ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. വാ, തൊട്ട് നോക്ക്. തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശക്തി അങ്ങോട്ട് ഇറങ്ങി. ഒറ്റ വിളിയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഇത് ശരിക്കും ആരാധനയാണ്. സർവ്വതും മറന്നുപോയി. ഇതാണ് ആരാധന. ആരാധനയിൽ എല്ലാം മറക്കുകയാണ്, എല്ലാം മറന്ന് ഒറ്റ വിളിയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവവുമേ. ഒരു ശിഷ്യനും അങ്ങനെ ഒരു വിളിക്കും ഭാഗ്യമുണ്ടായില്ല. ഒരു ശിഷ്യനും ആ മുറിവ് രക്തക്കറയുള്ള അല്ലെങ്കിൽ ഉണങ്ങാത്ത ആ മുറിവിലേക്ക് തൊടുവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. കർത്താവിന് നൊന്തുമില്ല. അതാണ് ടച്ചിങ് സെൻസേഷൻ. If you have lost all these kinds of sensitivity with Lord Jesus Christ, അശുദ്ധിയിലേക്ക് വീഴും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാ സാഹചര്യവും നമ്മുടെ വിരൽത്തുമ്പിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ ഇത് കാരണം പിശാചിൻ്റെ ഐക്കണോഗ്രഫിയിൽ ലോകം വീണ് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് പിശാചിൻ്റെ ഐക്കണോഗ്രഫി? സെക്ഷുവൽ പെർവേർഷൻസ്, ഓൾ കൈൻഡ്സ് ഓഫ് സെക്ഷുവൽ പെർവേർഷൻസ്. പോർണോഗ്രഫി ഈസ് ദ ഐക്കൺ ഓഫ് സേറ്റനിക് വേൾഡ്. അനേകർ ചെറുപ്പക്കാരെന്നൊന്നുമല്ല, പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ഒക്കെ ഇന്ന് അഡിക്റ്റാണ്. പക്ഷെ ഒരു സന്തോഷമുള്ളത്, ഇതിനിടയിലൂടെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരിട്ട് അനുഭവസ്ഥനായിരിക്കുന്ന കാര്യത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. ചുമ്മാ എന്തെങ്കിലും ഒരു ഡേറ്റ എടുത്തിട്ട് ചുമ്മാ പറയുന്നതല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. അതിനിടയിൽ കൂടി നല്ല സ്ഫടിക സ്വച്ഛ വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ ദൈവം വാർത്തെടുക്കുന്നുമുണ്ട്. അതാണ് 10-12 വയസ്സുള്ള 2-3 കുഞ്ഞുങ്ങളെ എനിക്കറിയാം. എനിക്കുമായിട്ട് ബന്ധമുണ്ട്. ആ കുഞ്ഞുങ്ങൾ വേദോത്സവത്തിലെ ഓരോ സംശയങ്ങൾ ചോദിക്കുന്ന കേട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനത്തിലെ ചില സംശയങ്ങളൊക്കെ ഒരു കുഞ്ഞെന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. 13 വയസ്സേ ഉള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനമൊക്കെ നന്നായിട്ട് അപഗ്രഥനം ചെയ്ത് പഠിച്ചില്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല. വേദോസ്തം അറിയാവുന്ന, കർത്താവിനെ സെൻസ് ചെയ്യുന്ന നല്ല വിശുദ്ധരായ നല്ല സുന്ദരി പിള്ളേരെ ദൈവം ഒരുക്കുന്നുമുണ്ട്. കാരണം ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യണമല്ലോ. തിന്മയെ പ്രതിരോധിക്കാൻ ഒരു ശക്തി ഇപ്പുറത്ത് വേണം. 1000 തിന്മയ്ക്ക് ഒരു വിശുദ്ധൻ മതി. അതുകൊണ്ടാണ് അബ്രഹാം ബാർഗെയിൻ ചെയ്യുന്നത്. കർത്താവേ, 50 പേര്, 40 പേര്, 30 പേര്, 35, 20, 25, 10 താഴെയായി. ആ സോദോം ഗൊമോറയുടെ വലിയ പാപത്തിന് മുമ്പിൽ 5 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ആ പാപത്തെ പൊറുക്കുവാനുള്ള, തകർക്കുവാനുള്ള ശക്തി അവരിലുണ്ട്. പെരുന്നാൾ കൊണ്ടാടുമ്പോഴേ ഒരു 2 പേരെങ്കിലും വിശുദ്ധനായി മാറിയാൽ ഈ അമേരിക്കയിലുള്ള എല്ലാ അശുദ്ധിയെയും തകർക്കുവാനുള്ള ശക്തി അതിൽ നിന്ന് കിട്ടും. ഇനിയും
ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊരു സെൻസേഷനുണ്ട്. എന്താണെന്നറിയാമോ? അവിടെയാണ് നമ്മുടെ ആനന്ദം മുഴുവൻ ഇരിക്കുന്നത്. എന്താണെന്നറിയാമോ? മറ്റൊരു സെൻസേഷൻ. അവിടെയാണ് വിസ്ഡം നമ്മളിലേക്ക് നിറഞ്ഞു വരുന്നത്. ആ സെൻസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്തും കർത്താവിനെ വിട്ടുപോയില്ല. ആ സെൻസേഷൻ കിട്ടിയ ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് യോഹന്നാൻ. അവൻ എങ്ങനെയാണ് കർത്താവിൻ്റെ അടുത്ത് ഇരുന്നതെന്നറിയാമോ? മാറോട് ചേർന്ന് ഒറ്റ ഇരുപ്പ. അങ്ങനെ ഇരുന്നാൽ രഹസ്യങ്ങൾ വെളിപ്പെടും, അല്ലാത്തവർക്ക് കിട്ടില്ല. എന്ത് രഹസ്യങ്ങൾ? ഈ രഹസ്യം കിട്ടിയിട്ട് എന്തോ ചെയ്യാനാണ്? ദൈവിക രഹസ്യങ്ങൾ അറിയും തോറും ഉള്ളിൽ ആനന്ദം വർദ്ധിക്കും. ആനന്ദം വർദ്ധിക്കും തോറും സൗഖ്യമുണ്ടാകും. അതകത്തുണ്ടാകുന്ന സൗഖ്യം ശരീരത്തിൽ പോലും സംഭവിക്കും. പുറത്തുനിന്നല്ല ഈ സാധനം വരുന്നത്. നമ്മളീ പ്രാർത്ഥിച്ച് കർത്താവെ സൗഖ്യമാക്കണമേ സൗഖ്യമാക്കണമേ. അകത്ത് നീ വിശുദ്ധനായാൽ സൗഖ്യം അകത്ത് ഓൾറെഡി പ്രകാശിതമാകും. അത് ദേഹിയിലേക്ക് വ്യാപിക്കും, ദേഹിയിൽ നിന്ന് ശരീരത്തിലേക്കും വ്യാപിക്കും. ശരീരം പ്രകാശമുള്ളതായി തീരും. സൗഖ്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് പനി വരത്തില്ല, ചുമ വരത്തില്ല എന്നൊന്നുമല്ല കേട്ടോ. നിനക്ക് വേണ്ട സൗഖ്യം ശരീരത്തിന് പോലും ആത്മപ്രകാശത്തിന് ഉള്ളിൽ നിന്നത് പുറത്തേക്ക് വരും. മാറിൽ ചാരിയിരിക്കണം, രഹസ്യം വെളിപ്പെടണം. ദൈവിക രഹസ്യങ്ങളിലേ ആനന്ദം വരത്തുള്ളൂ. അല്ലെങ്കിൽ പിശാച് ഇന്ന് നമ്മുടെ ആധ്യാത്മികതയെ വലയം വെച്ച് വിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന എല്ലാ ആത്മീയ പ്രവർത്തികളാണ്. അച്ഛനായിട്ടുണ്ട്, കുർബാന ചൊല്ലുന്നുണ്ട്, ചൊല്ലിക്കുന്നുണ്ട്, പള്ളി ട്രസ്റ്റി ആയിട്ടുണ്ട്, മാനേജിംഗ് കമ്മിറ്റി നടത്തുന്നുണ്ട്, സഭാ സെക്രട്ടറിയാണ്, ട്രസ്റ്റിയാണ്, ഭരണവും എല്ലാം ഉണ്ട്. ആരില്ല? കർത്താവില്ല. സെൻസ് വിത്ത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എങ്കിലും വീണ്ടും വീണ്ടും പറയുകയാണ്. ചർച്ച് ഈസ് ഓൾവേസ് ആൻ ഓർഗാനിക് സെൻസേഷൻ, ബട്ട് സംഹൗ ഓർ അതർ we have degraded the church just as an organization. ഭരണമുണ്ട്, ക്രമീകരണങ്ങളുണ്ട്, സിസ്റ്റമുണ്ട്, നിയമങ്ങളുണ്ട്. എല്ലാവരും കഠിനഹൃദയരാണ്. ആർക്കും സഹതാപമില്ല, അനുകമ്പയില്ല, കരുണയില്ല. എന്താ കാര്യം? ഓർഗനൈസേഷനായിപ്പോയി. പള്ളി ഓർഗനൈസേഷനാണോ? പള്ളി ഓർഗനൈസേഷനാണെങ്കിൽ നമ്മൾ ട്രസ്റ്റിയും അച്ഛനും എല്ലാവരും വലിയ റൂൾസിൻ്റെ അകത്തങ്ങ് പോവും. സ്നേഹമില്ല, പിന്നെ ബഹളമായി, അടിയായ, വഴക്കായി ഇങ്ങനെ പോവും. ഓർഗനൈസേഷൻ എന്തിൻ്റെ കീഴിലേ വരാവൂ? ഓർഗാനിക് സെൻസേഷൻ്റെ കീഴിലേ വരാവൂ. വാട്ട് ഈസ് ഓർഗാനിക് സെൻസേഷൻ? ഓർഗാനിക് സെൻസേഷൻ വിത്ത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അത് ആദ്യം ഉണ്ടാകണം. ക്രിസ്തു സഭയുടെ തലയാകുന്നു. അപ്പോൾ അതുകൊണ്ടൊരു സെൻസേഷൻ ഇത് കർത്താവിൻ്റെ മാറിൽ ചാരിയിരിക്കുമ്പോൾ കിട്ടുന്നതാണ്. നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ കോരശ് രാജാവിനോട് യഹോവയാം ദൈവം കൽപ്പിക്കുന്ന ഒരു വചനമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര കഥകളെ തകർത്തുകളെയും ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ഇതാഗ്രഹിക്കുന്നുണ്ടോ? പെരുന്നാളിന് നമുക്ക് ഇതെന്ന് ആഗ്രഹിച്ചാലോ? കർത്താവേ, നിൻ്റെ ജ്ഞാനം കൊണ്ട് എന്നെ നിറച്ചിട്ട് എനിക്ക് ആനന്ദം തരണമേ. ആനന്ദം, ദൈവിക ആനന്ദം കൊണ്ട് നമ്മൾ നിറയട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇതിന് 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ വേഗം അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കി നാളെ വിശുദ്ധ കുർബാനയിൽ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നാൽ ആ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. എങ്ങനെയാണ് ഈ സെൻസേഷൻ? നമ്മൾ ആദ്യം വസ്ത്രത്തിലൊന്ന് തൊടണ്ടേ? അതിനാദ്യം ചെയ്യേണ്ടതെന്നറിയാമോ? ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വാളെടുക്കണം. വാൾ. എന്ത് വാൾ?
എടുക്കണം, സെൻസ് ചെയ്യണം. ചുമ്മാ വേദോസം എന്താ വായിക്കാൻ നമുക്ക് മടി വരുന്നത്? വേദോസം വായിക്കാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? ഒന്നാമത് ശരീരം സമ്മതിക്കത്തില്ല. എല്ലാം ബ്ലോക്ക് ചെയ്യുന്നത് ശരീരമാണ്. ശരീരത്തിലേക്ക് ആനന്ദം കിട്ടിയില്ല. വേദോസം വായിക്കുമ്പോൾ ക്രൈസ്റ്റിൻ്റെ പ്രസൻസ്, ഹോളി സ്പിരിറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഹാർട്ട് ആൻഡ് വിത്ത് ദിസ് ബൈബിൾ ഷുഡ് ഹാപ്പൻ ബിറ്റ്വീൻ അവർ ഹാർട്ട് ആൻഡ് ദ ബൈബിൾ. അങ്ങനെയാണ് ഇത് വിശുദ്ധമാകുന്നത്. ഇത് കടയിൽ നിന്ന് വായിക്കുമ്പോൾ വെറും പുസ്തകമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇതിനെ മുത്തും. എന്തുകൊണ്ടാണ്? തക്സായിൽ മുത്തും. എന്തുകൊണ്ടാണ്? നമ്മളെടുത്തത് വായിച്ച് ധ്യാനിക്കുമ്പോൾ there is a transmission of spiritual power between this text and our spirit, and it gets combined together, and the energy transmission is always there, and this text will get purified and becomes holy, and we kiss the text. എല്ലാ ആരാധനയിലെ മെറ്റീരിയൽസും അങ്ങനെയാണ്. ഉപയോഗിക്കുമ്പോൾ അത് വിശുദ്ധമായിക്കൊണ്ടേയിരിക്കും. അതിനെന്ത് ചെയ്യണം? ഇത് ഉപയോഗിച്ചിട്ട് സെൻസ് കിട്ടണം. കർത്താവെ, നീ എൻ്റെ അടുത്ത് വന്നിരുന്ന് യു വിൽ ഫീൽ ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ കണ്ണുനീരോടുകൂടി അല്ലാതെ വേദോസം വായിക്കാൻ പറ്റത്തില്ല. അതാണ് വചനവുമായിട്ടുള്ള സെൻസ്. പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ സെൻസേഷനുണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ തന്നെ രഹസ്യ പ്രാർത്ഥനയിൽ സെൻസേഷനുണ്ട്. വിശദമായിട്ട് പിന്നീട് പറഞ്ഞു കൊള്ളാം. പിന്നീടുള്ളതാണ് വിശുദ്ധ കുർബാനയിൽ. ഈ സെൻസേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഇതകത്തോട്ടെടുത്തിട്ട് പുറത്തോട്ട് പോയി പഴയതിനേക്കാൾ വൃത്തികേടായിട്ട് നമ്മൾ പെരുമാറുന്നത്. എന്തുകൊണ്ടാണ്? അകത്ത് ഒരു ഭക്ഷണം പോലെ കയറിയുള്ളൂ. സെൻസിറ്റിവിറ്റി വന്നില്ല, കണക്ഷൻ വന്നില്ല. അതിനെപ്പറ്റിയുള്ള വിശദമായ പഠനങ്ങൾ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇനിയും മറ്റൊരു സെൻസേഷനുണ്ട്. ഇതെല്ലാം വേണം. ഇതിൽ ഒരെണ്ണം മാത്രം എടുത്താൽ പോരാ. കാരണം അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്ന് പറയും. അതായത് മനുഷ്യരോട് സഹാനുഭൂതിയായിട്ട് കരുണയോടെ പെരുമാറുന്നത് കർത്താവിനെ സെൻസ് ചെയ്യുന്നത് കൊണ്ടാണ്. മദർ തെരേസ എന്തുകൊണ്ടാണ് പാവപ്പെട്ടവനെ കണ്ടപ്പോൾ, കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ അവനെ തൊട്ടത്? കർത്താവിനെയാണ് അവനിൽ കണ്ടത്. അതുകൊണ്ടാണ് സെൻസ് ചെയ്തു, കർത്താവിനെ സെൻസ് ചെയ്തു. അപ്പോൾ അത് മാത്രം ചെയ്താൽ മതിയോ? പോരാ. അപ്പോൾ ചിലർ പറയും നന്മപ്രവൃത്തികൾ മാത്രം ചെയ്താൽ മതിയോ? പോരാ. അത് ഇതെല്ലാം കൂടെ കമ്പൈൻഡായിട്ട് കിടക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ അനുഭവത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യുവാനുണ്ട്. ഈ പെരുന്നാൾ മർത്തോമാ ശ്ലീഹയുടെ പ്രസൻസ് നിങ്ങൾ കിട്ടുക. എല്ലാറ്റിനും ഉപരിയായിട്ട് മർത്തോമാ ശ്ലീഹ കർത്താവിനെ എപ്രകാരം സ്നേഹിക്കുവാൻ ആഗ്രഹിച്ചുവോ അതുപോലെ നിന്നെ സ്നേഹിക്കുവാനുള്ള ഒരു കൃപ എന്നിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ഇതാണ് പെരുന്നാളിന് വേണ്ടത്. എല്ലാ വർഷവും പെരുന്നാൾ നടത്തി പള്ളിക്ക് എന്തോ ഒരു മോടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കർത്താവിനെ സെൻസ് ചെയ്യണം. സെൻസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് കോൾ ഹിം മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാനിപ്പോൾ എല്ലാം ഛേദമെന്ന് നിന്നുന്നു. അത്രയുമല്ല, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും അവനെ, അവൻ്റെ മരണത്തെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറ നിണ്ണുന്നു എന്ന് പറഞ്ഞ പൗലോസ്ലീഹായ്ക്ക് ക്രിസ്തുവിനോടുണ്ടായ സ്നേഹത്തിൻ്റെ ഒരു അംശമെങ്കിലും കിട്ടുവാൻ നമുക്ക് ഈ പെരുന്നാളിൽ പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. Malkuso Dashma